والأخذ بالتجويد حتم لازم من لم يجود القرآن آثم لأنه به الإله أنزلا وهكذا منه إلينا وصلا. الحمد لله رب العالمين له الحمد الحسن والثناء الجميل وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه والتابعين لهم بإحسان إلى يوم الدين أما بعد. السلام عليكم ورحمة الله وبركاته. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ അഹ്കാം നൂൻ സാക്കിൻ വ തൻവീനിലാണ് ഉള്ളത്. അതിൻ്റെ 4 നിയമത്തിൽ ആദ്യത്തെ നിയമമായ ഏതാണ് പഠിച്ചത്? ഇദ്ഹാർ പൂർണ്ണമായി അൽഹംദുലില്ലാഹ് പഠിച്ചു. ഇന്ന് രണ്ടാമത്തെ നിയമമാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ്? അൽ ഇദ്ഗാം. നമ്മുടെ പഠനത്തിൻ്റെ ശൈലിയാണ് ആദ്യം പഠിക്കുന്ന സമയത്ത് നമ്മൾ ലഘുപരമായി പറയും, ഇസ്തിലാഹപരമായി പറയും. ലുഗത്തൻ അൽ ഇദ്ഖാൽ. അൽ ഇദ്ഖാൽ എന്ന് വെച്ചാൽ പ്രവേശിപ്പിക്കുക. അതേപോലെ തന്നെ അസ്സത്തർ. സത്തർ എന്ന് വെച്ചാൽ എന്താണ്? കൺസീൽ ചെയ്യുക, മറക്കുക. അതാണ് ഭാഷാപരമായ അർത്ഥം. ഇസ്തിലാഹൻ ഇൽത്തിഖാഉ ഹർഫിൻ സാക്കിനിൻ. ഇൽത്തിഖാ എന്ന് വെച്ചാൽ മീറ്റ് ചെയ്യുക. ഹർഫിൻ സാക്കിനിൻ ബി ഹർഫിൻ മുതഹർരിക്കിൻ. ഒരു സാക്കിനായ ഹർഫും ഒരു മുതഹർരിക് എന്ന് വെച്ചാൽ ഹറക്കത്തുള്ള ഹർഫും മീറ്റ് ചെയ്യുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു സുക്കൂന് ഹറക്കത്തിൽ പെട്ടതല്ല. അതുകൊണ്ടൊരു സാക്കിനായ ഹർഫും ഒരു ഹറക്കത്തുള്ള ഹർഫും മീറ്റ് ചെയ്യുക. ബിഹൈസു എങ്ങനെ? യസീറാനി അതായിത്തീരും. ഹർഫൻ വാഹിദ് ഒരൊറ്റ ഹർഫായി മാറും. 2 ഹർഫ് മീറ്റും അത് ഫൈനലി ഒരു ഹർഫായി മാറും. അതിന് സിഫത്ത് എന്താണ്? ആദ്യത്തെ ഹർഫ് സുക്കൂനായിരിക്കും, രണ്ടാമത്തെ ഹർഫ് മുതഹർരിക്കായിരിക്കും. അത് പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയായിരിക്കും, ഹർഫൻ വാഹിദൻ മുഷദ്ദദൻ. അത് ശബ്ദ ഉണ്ടാവും, തഷ്ദീദുള്ള ഹർഫായിരിക്കും. ഇർതഫിഉൽ ലിസാൻ, നമ്മൾ നാവ് പൊന്തിക്കും. എങ്ങനെ? ബിഹിമ ഇർതിഫാഅതൻ വാഹിദതൻ. അതായത് നമ്മൾ രണ്ടിനും വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് നാവ് നമ്മൾ യൂസ് ചെയ്യില്ല. ഒരൊറ്റ ഹർഫ് എങ്ങനെയാണോ പറയുക അതേപോലെ ആയിരിക്കും പറയുക. അതാണ് എന്ത്? ഇദ്ഗാം. ഇസ്തിലാഹൻ. തയ്യിബ്. ഹുറൂഫുഹു. അറബിക് ആൽഫബറ്റ്സ് എത്രയാണ് ഉള്ളത് ടോട്ടൽ? 28. ഇദ്ഹാർ നമ്മൾ എത്ര എണ്ണം പഠിച്ചു? 6 എണ്ണം. അപ്പോൾ ബാക്കി എത്രയായി? 22. ഇദ്ഗാമിൽ 6 എണ്ണമാണ്. അപ്പോൾ ബാക്കി എത്രയായി? 16 അല്ലേ? അപ്പോൾ ഇതിൽ 6 എണ്ണമാണ്. തയ്യിബ്. സിത്തത്തുൻ മജ്മൂഅത്തുൻ ഫി ഖൗൽ. മജ്മൂഅത്തുൻ ഖൗൽ ഉദ്ദേശിക്കുന്നത് അത് എളുപ്പത്തിൽ പറയാൻ വേണ്ടി ഉലമാക്കൾ ഓരോ വാക്കുകളാക്കും, അത് ഈസിനെസ്സിന് വേണ്ടിയിട്ട്. എന്താണ്? യർമലൂൻ. യർമലൂൻ എങ്ങനെയാണ്? യ റോ മീം ലാം വാവ് നൂൻ. ഈ 6 ഹുറൂഫാണ്. അത് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് യർമലൂൻ എന്ന് പഠിച്ചാൽ മതി. മഫ്ഹൂം. തയ്യിബ്. ഷുറൂത്ത് എന്താണ്? നമ്മൾ ഇദ്ഗാം ഒരു ആമ രീതിയിലാണ് പറഞ്ഞത്. അഹ്കാം നൂൻ സാക്കിൻ തൻവീൻ രീതിയിലല്ല പറഞ്ഞത്. നമ്മൾ പറഞ്ഞൊരു ഹർഫ്, ഒരു സാക്കിനായ ഹർഫും മുതഹർരിക്ക ഹർഫും വന്നു കഴിഞ്ഞാൽ. ഇനി ഇതിലെങ്ങനെയാണ്? ഷർത്ത് എങ്ങനെയാണ്? അൻ തകൂന അന്നൂനു സാക്കിനത്തു. നൂൻ സാക്കിൻ ആവണം. എങ്ങനെ? ആഖിറൽ കലിമത്തി, ഒരു വാക്കിൻ്റെ അവസാനമായിരിക്കണം നൂൻ സാക്കിൻ. തയ്യിബ്. വ അഹദു ഹാദിഹിൽ ഹുറൂഫ്. ഈ 6 ഹുറൂഫിൽ ഏത് ഒരു ഹുറൂഫ് ആയിരിക്കണം. കാരണം ഒരു ഹർഫായിരിക്കും വരിക. എങ്ങനെ? അവ്വല സാനിയത്തി, രണ്ടാമത്തെ ഹർഫിൽ ആദ്യമായിരിക്കണം. അതായത് നൂൻ സാക്കിൻ ഒരു വാക്കിൽ അവസാനമായിരിക്കണം. ഈ യർമലൂൻ്റെ ഒരു ഹർഫ് രണ്ടാമത്തെ ആയിരിക്കണം. നൂൻ സാക്കിനാണെങ്കിൽ. തൻവീനാണെങ്കിലോ അങ്ങനത്തെ 2 സെപ്പറേറ്റഡ് ആയിരിക്കും. തൻവീൻ നടുക്ക് വരും നമ്മൾ പറഞ്ഞു. അതായിരിക്കും അതിന് ഷർത്ത്. നൂൻ സാക്കിനും അല്ലെങ്കിൽ തൻവീന് ശേഷം ഇത് വരണം, 6 ഹർഫ്. തയ്യിബ്. അതാണ് ഇത് പറഞ്ഞിട്ട് അമ്മ തൻവീനു ഫല യകൂനു ഇല്ലാ മിൻ കലിമത്തൈൻ. കലിമത്തൈൻ അല്ലാണ്ടത് വരില്ല. തൻബീഹ്, ഒരു അറിയിപ്പ്. എന്താണ്? ഇദാ കാന നൂനു സാക്കിനതു വൽ ഹർഫുൽ മുദ്ഗമു മിൻ കലിമത്തിൻ. മനസ്സിലായോ? ഞാൻ എന്താ വെച്ചത്? ആഫൻ. എന്നാൽ ഇൻകാന നൂനു സാക്കിനത്തു, അഥവാ ആണെങ്കിൽ, നൂൻ സാക്കിൻ ആണെങ്കിൽ, വൽ ഹർഫുൽ മുദ്ഗമു, അതായത് ഈ യർമുലുവിനെ പെട്ട ഇത് ഹർഫ്, അത് മുദ്ഗം എന്നാ പറയുക. മുദ്ഗം ഫീഹി. വൽ ഹുറൂഫുൽ മുദ്ഗമു മിൻ കലിമത്തിൻ ഫഹാദ യുസമ്മ ഇദ്ഹാറൻ മുത്ലഖൻ. അതായത് നൂൻ സാക്കിനും യർമുലുവിനെ പെട്ട ഒരു ഹർഫും ഒരൊറ്റ ഹർഫിലാണെങ്കിൽ, ഉദാഹരണം എന്താണ്? ദുനിയ, സിൻവാൻ, ഖിൻവാൻ, ബുനിയാൻ. ഈ 4 വാക്കുകളാണ്, കലിമത്തുകളാണല്ലേ. ഈ 4 കലിമാത്തുകളിൽ ഖുർആൻ ഈ 4 മാത്രമേ ഉള്ളൂ, അതിൽ കൂടുതലില്ല.
ഇദ്ഹാർ മുത്ലഖായിട്ട് 4 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഹിഫ്ള് ചെയ്താൽ മനസ്സിലാക്കാം. നമ്മൾ നിയമം എന്തായിരുന്നു? ഒന്ന് സെപ്പറേറ്റ് ആയിരിക്കണം. ഒന്നിൽ വന്നാലോ നമ്മൾ ഇദ്ഗാം ചെയ്യാൻ പാടില്ല. അതിന് ഹുക്മിന് പേരുന്നാണ് ഇദ്ഹാർ മുത്ലഖ്. നമ്മൾ ഫസ്റ്റ് ഇദ്ഹാർ മുത്ലഖ് എന്ന് പറഞ്ഞിരുന്നോ? ഇദ്ഹാർ ഹൽഖി അല്ല പറഞ്ഞത്. അപ്പോൾ ഇദ്ഹാർ മുത്ലഖ് മഫ്ഹൂമല്ല? തയ്യബ്. അതാണ് ഇതിനുള്ള ഒരിത്. അതേപോലെ തന്നെ വയംതനിഉൽ ഇദ്ഗാം വയജിബുൽ ഇദ്ഹാറു ഇത്തിഫാഖൻ. അവിടെ ഇദ്ഗാം സംഭവിക്കൂല, ഇത്തിഫാഖായിട്ട് ഇദ്ഹാർ അവിടെ സംഭവിച്ചിരിക്കണം. അത് 4 കലിമത്ത് മാത്രമേ ഖുർആനിലുള്ളൂ. നമ്മളവിടെ പറഞ്ഞു. അക്സാമുഹു, ഇദ്ഗാമിൻ്റെ അക്സാമുകൾ 2 എണ്ണമാണ്. ഇത് ഇദ്ഗാം ബിഗുന്ന, ഇദ്ഗാം ബിഗൈർ ഗുന്ന, ബിലാ ഗുന്ന, ഗുന്നത്തോടെയും ഗുന്നത്തില്ലാതെയും. എന്താണ് ഇദ്ഗാം ബിഗുന്ന ഉദ്ദേശിക്കുന്നത്? 4 അഹ്റുഫിൻ, ഈ 6 ഹർഫിൽ 4 ഹർഫാണ് ബിഗുന്നിൻ്റെ അക്ഷരം. അത് എളുപ്പത്തിൽ പറയാൻ വേണ്ടിയിട്ട് യൻമു യൗമിൻ എന്താണെന്ന് വെച്ചാൽ പറയാം. അത് പഠിച്ചാൽ മതി. 4 അക്ഷരം ഏതിലാണ് അതിൻ്റെത്? ഒന്ന് യാ, ഒന്ന് നൂൻ, ഒന്ന് മീം, ഒന്ന് വാവ്. 4 ഹർഫ്. ബിലാ ഗുന്നയോ? ലാം, റ. മിസാൽ, ഉദാഹരണം എന്താണ്? ഫമൻ യഅമൽ, അവിടെ ഗുന്ന സംഭവിക്കുന്നുണ്ട് ഇല്ലേ? തയ്യബ്. മിമ്മ മലിക്കൻ നുഖാതിൽ. നെക്സ്റ്റ് എന്താണ്? വലിയ്യും വലാ നസീർ. ഓക്കെ അല്ലേ? അതാണ് എന്ത്? ബിഗുന്നൻ്റെ എക്സാമ്പിൾ. അൽ ഇദ്ഗാമു ബിഗൈർ ഗുന്ന, ഗുന്ന ഇല്ലാതെ എങ്ങനെയാണ്? ഹർഫാൻ നമ്മൾ പറഞ്ഞു, ലാമും റ. വജ്ഹു ഹദ്ഫിൽ ഗുന്ന, അവിടെ എന്തുകൊണ്ടാണ് ഗുന്ന സംഭവിക്കാത്തത്? തഖ്ഫീഫിന് വേണ്ടി, ലൈറ്റാക്കാൻ വേണ്ടിയിട്ട്. മുബാലഗത്തു തഖ്ഫീഫ്, ലൈറ്റാകാൻ വേണ്ടി അവിടെ ഗുന്ന സംഭവിച്ചാലോ അവിടെ സിഖലായിരിക്കും, നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും പറയാൻ വേണ്ടി, ഹെവി ആയിരിക്കും. അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അൽ മുബാലഗത്തു ഫി തഖ്ഫീഫി ലിഅന്ന ഫി ബഖാഇഹ ബഅദുൻ മിന സിഖൽ. അതവിടെ ഗുന്നം ഉണ്ടെങ്കിൽ അവിടെ സിഖൽ എന്ന് വെച്ചാൽ ഹെവിനെസ് നമുക്ക് ഫീൽ ചെയ്യും നമ്മൾ ഓതുന്ന സമയത്ത്. തയ്യും. ഇനി അതിൻ്റെ എക്സാമ്പിൾ, ഇവിടെ നൂൻ സാക്കിൻ, അതിനുശേഷം ലാം വന്നു, ഇവിടെ തൻവീൻ വന്നു, റ വന്നു. ഇതിങ്ങനെ ഓതുക? വലാകിൻ ലാ യശ്ഉറൂൻ. ലറഊഫുർ റഹീം. നൂനിൻ്റെ ദാത്തനോ നൂൻ സിഫത്ത് ഒന്നും ഉണ്ടാകാൻ പാടില്ല. തയ്യം. അത് എഴുത്തിന് മാത്രമേ അങ്ങനെ ഉണ്ടാവും. ഇനി ഈ നൂൻ സാക്കിൻ തൻവീനെ നമ്മൾ എന്താ പറയുക? മുദ്ഗം എന്നാ പറയുക. അതിൻ്റെ പേര് മുദ്ഗം. കാരണം അതാണ് ഇദ്ഗാം ചെയ്യപ്പെടുന്നത്, മുദ്ഗം മഫ്ഊൽ. ഇനി ഈ ഹുറൂഫുൽ പിന്നെ ഇദ്ഗാം എന്താണ്? 6 അത് മുദ്ഗമുൻ ഫീഹി, അതിലേക്കാണ് ചെയ്യപ്പെടുന്നത്. ഓക്കെ. ഇനി ഇദ്ഗാമിൻ്റെ ഇസ്തിസ്നാത്ത്. നമ്മൾ ഇദ്ഗാം എന്താണെന്ന് പഠിച്ചു. ഇസ്തിസ്നാത്തോട് ഉദ്ദേശിക്കുന്നത് എക്സെപ്ഷൻസ്. നമ്മൾ പഠിച്ച റൂളിൻ്റെ എഗെയിൻസ്റ്റ് വരുന്നത്, എക്സെപ്ഷനായിട്ട് വരുന്നത്. ഫസ്റ്റ് നമ്മൾ പഠിച്ച നിയമം അനുസരിച്ചിട്ട് നൂൻ സാക്കിന് ശേഷം റോ വന്നിട്ടുണ്ടെങ്കിൽ പറയരുത് മിസിയാൻ. എന്താണ് എൻ്റെ റൂള്? നമ്മൾ പഠിച്ച നിയമമില്ല, ആ റൂൾ അനുസരിച്ചിട്ട് നൂൻ സാക്കിന് ശേഷം റാവൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ബിലാ ഗുന്ന. അപ്പോൾ അതെങ്ങനെയാണ് ഓതേണ്ടത്? ബിലാ ഗുന്ന അനുസരിച്ചിട്ട് കാണുന്നുണ്ടോ? ഇവിടെ ഇങ്ങനെയാണ് ഓതേണ്ടത്. കാരണം അവിടെ സക്ത സംഭവിക്കുന്നുണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. ബിസബബി സക്തത്തിന് അലൈഹ, അവിടെ സക്ത സംഭവിക്കുന്നുണ്ട്, അവിടെ ബിലാ ഗുന്ന സംഭവിക്കുന്നില്ല. തയ്യബ്. ബിലാ തനഫുസ് സക്തി എങ്ങനെയാണ്? അവിടെ തനഫുസ് ഉണ്ടാവില്ല. വഖഫിലാണ് തനഫുസ് എന്ന് വെച്ചാൽ ബ്രെത്ത്, നമ്മളവിടെ ബ്രീത്ത് ചെയ്യില്ല. അപ്പോൾ വഖീല മൻ റാഖ്. തയ്യബ്. ഇനി രണ്ടാമത്തത് മൗദിഈൻ. ഏതാണ്? നമ്മൾ ഇപ്പോൾ ഹുറൂഫുൽ മുഖത്ത. എന്താണ് ഹുറൂഫുൽ മുഖത്ത? ഖുർആനിൽ അലിഫ് ലാം മീം ഖാ സീൻ മീം അങ്ങനെ വരുന്ന ഹുറൂഫുകൾ, ആയത്തുകളുണ്ടല്ലോ. അത് വരുന്ന സമയത്ത് നമ്മൾ അത് സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഓതാൻ. അപ്പോഴാണ് ഇതിൻ്റെ റൂളിങ് വരിക. എങ്ങനെ? ഇപ്പോൾ യാസീൻ വൽ ഖുർആൻ ഹക്കീം, ഇവിടെ സീൻ ഉണ്ട്, വാവ് ഉണ്ട്. പക്ഷെ നമ്മൾ സീൻ ഹർഫായിട്ട് അങ്ങനെയല്ല എടുക്കേണ്ടത്. നമ്മൾ സീൻ എഴുതുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യുക. ഇപ്പോൾ യാസീൻ സെപ്പറേറ്റ് എഴുതി, നൂന് ശേഷം വാവ് വന്നു, ഇത് പിന്നെ ബിഗുന്ന സംഭവിക്കണം അല്ലേ? പക്ഷെ നമ്മളിങ്ങനെ ഓതുന്നത്
യാസീൻ വൽ ഖുർആൻ ഹക്കീം. അവിടെ നമ്മൾ യാസീനു അങ്ങനെ ചെയ്യുന്നില്ല. തയ്യിബ്. അതേപോലെ തന്നെ നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ, നമ്മൾ നൂൻ പറഞ്ഞിട്ട് ഇദ്ഗാം ചെയ്യുന്നില്ല. നൂൻ വൽ ഖലമി അങ്ങനെയാണ് ഓതുന്നത്. അതിൻ്റെ സെപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെ കാണാൻ സാധിക്കും, ബോർഡിലുണ്ട്. തയ്യിബ്, രണ്ട് സ്ഥലത്തും. ഇനി മൂന്നാമത്തത് എന്താണ്? അന്നൂനു മഅൽ മീം. നൂന് മീമിനോട് വരിക. നൂൻ സാക്കിൻ മീമിനോട് വന്ന എന്താണ് റൂളിങ്? ബിഗുന്ന അല്ലേ? ഓക്കെ, നൂൻ സാക്കിൻ മീമിനോട് വന്നാൽ ബിഗുന്ന, അങ്ങനെയാണ് സംഭവിക്കേണ്ടത്. അപ്പം സൂറത്ത് ഷുഅറ ഖസസിൽ സ്റ്റാർട്ടിങ് ഇങ്ങനെയാണ്. എങ്ങനെ? ഖാസീൻ മീം അങ്ങനെയാണ്. അവിടെ ഗുന്ന സംഭവിക്കണം, നമ്മൾ പഠിച്ചത് അല്ലേ? അപ്പോൾ ഇവിടുത്തെ ഇസ്തിസ്ന എന്താണ്? പിന്നെ നമ്മളെന്താ പറഞ്ഞത്? ഇത് എക്സെപ്ഷൻ കേസായിട്ട് പറഞ്ഞിരുന്നത്. എന്നിട്ട് പറഞ്ഞു നൂനിന് ശേഷം മീം വന്നാൽ ഇദ്ഗാം ചെയ്യണമെന്ന് പറഞ്ഞു. അതാണ് നോർമൽ റൂള്. ഇവിടെ വന്ന് ഇങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്താലോ? നൂനിന് ശേഷം മീം വന്നു, അപ്പം ഇദ്ഗാം സംഭവിച്ചു. അപ്പോൾ ഇവിടെ ഇസ്തിസ്ന എന്താണ്? പ്രത്യേകം ഇവിടെ എഴുതാൻ കാരണം എന്താണ്? മറ്റേതോ എന്ത്? ഓക്കെ, അത് മനസ്സിലായിട്ടില്ല. മനസ്സിലായോ ആർക്കെങ്കിലും? എക്സെപ്ഷൻ കൊണ്ട് ചെയ്യാൻ പാടില്ല എന്നല്ല പറഞ്ഞത്. ഓക്കെ, ചെയ്യണമെങ്കിൽ പിന്നെ ഇവിടെ എക്സെപ്ഷൻ ഇവിടെ എഴുതേണ്ട ആവശ്യമില്ലല്ലോ. ബാക്കിൽ തന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ പ്രത്യേകമായിട്ട് ഇത് എക്സെപ്ഷൻ ആണ്. ബൈ ദ വേ, ഞാൻ എക്സെപ്ഷൻ അല്ലാണ്ട് എഴുതുന്നത് എക്സെപ്ഷൻ ആണ്. പക്ഷെ ഇവിടെയാണ് എക്സെപ്ഷൻ. ഒരേ വേർഡോ? ഖലാസ്. എന്താണ് വേറെ എന്താണ് എന്താ ഉള്ളത്? ആരിലാണ് പിന്നെ ജാബറിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഇതിൽ? മൂപ്പരൊന്നും ഒരേ വേർഡ് ആയതുകൊണ്ടാണ്. ഷഹസാദ്, എനി ഐഡിയ? ഹാറൂൺ? അഹ്സന്ത്. ജാബറിനെ കറക്റ്റ്. കാരണം നമ്മൾ പറഞ്ഞു ഇദ്ഹാർ മുത്ലഖ്. ഇദ്ഹാർ മുത്ലഖ് എന്താണ്? ഒരേ വേർഡിൽ വരുന്നത്. അവിടെ നമ്മൾ ഇദ്ഗാം ചെയ്യുമോ? ചെയ്യൂല. പക്ഷെ ഇവിടെ ഇദ്ഗാം ചെയ്യുന്നുണ്ടോ? നമ്മൾ ഇദ്ഹാർ ആക്കുന്നുണ്ട്. ഇവിടെ ഇദ്ഗാമാണ് ചെയ്യുന്നത്. അവിടെ ഇസ്തിസ്നയെ വന്നു. ബാറക്കല്ലാഹു ഫീക്കും. ക്ലിയർ അല്ലേ? തയ്യ്. ഇനി അൻവാഉഹു. നമ്മൾ നേരത്തെ ഇവിടെ രണ്ട് കിസ്മുണ്ട്. നമ്മൾ ഫസ്റ്റ് ബിഗുന്ന ബിലാഗുന്ന പറഞ്ഞു. ഇനി ബിഗുന്നു ബിലാഗുന്ന ടോട്ടലായിട്ട് രണ്ട് കിസ്മുകളുണ്ട്. രണ്ടും പരിഗണിച്ചുകൊണ്ട് എന്താണ്? ഇദ്ഗാം കാമിലും നാഖിസും. ഇദ്ഗാം കാമിൽ, ഇദ്ഗാം നാഖിസ്. ഇത് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇല്ല. തയ്യ്. എന്താണ് നാഖിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? 6 ഹർഫാണല്ലോ ഉള്ളത്. അതിൻ്റെ 2 ഹർഫാണ് എന്തിലുള്ളത്? നാഖിസിലുള്ളത്. ഒന്ന് വാവും ഒന്ന് യ. തയ്യ്. സുമ്യ ബിദാലിക, നാഖിസ് എന്ന് പറയാൻ കാരണം എന്തുകൊണ്ടാണ്? ലിഅന്നഹു ഗൈറു മുസ്തക്മിലി തഷ്ദീദി മിൻ അജ്ലി ബഖാഇൽ ഗുന്നത്തിൽ മൗജൂദത്തി ഫിൽ മുദ്ഗം. എന്താണ് പറയുന്നത്? അതായത് ഇവിടെ നമ്മൾ എന്താണ് ആക്ച്വലി ഇത് നാം സത്യം പറഞ്ഞാൽ എന്താണ് ആക്ച്വലി ഉദ്ദേശിക്കുന്നത്? ഒന്ന്, ഇത് ഹർഫ് നൂനായിട്ട് കണക്കൂട്ടുക. ഇത് മുദ്ഗമുൻ ഫിഹി യർമുനുൽ. ഇദ്ഗാം എന്ന് വെച്ചാൽ ഈ നൂനിനെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നു. തയ്യ്. ഇദ്ഗാം കാമിലാണെങ്കിൽ ഫുള്ളായിട്ട് ചേരും. അതായത് ഈ നൂനിൻ്റെ അതിൻ്റെ ദാത്തൻ, നൂനെന്ന ഹർഫോ നൂൻ്റെ ഒരു സിഫത്തോ ഇതിലുണ്ടാവില്ല. അതാണ് കാമിനോട് ഉദ്ദേശിക്കുന്നത്. നാഖിസ് ആണെങ്കിലോ ചേരുന്നുണ്ട്, പക്ഷെ ഫുള്ളായി ചേർന്നിട്ടില്ല. അതാണ് ഇദ്ഗാം നാഖിസ്. തയ്യ്. അപ്പം ഇദ്ഗാം നാഖിസ് ഫസ്റ്റ് നോക്കാം. വാവും മീമും നൂനുണ്ടാവില്ല. നൂന് ഹർഫായിട്ട് നമുക്ക് ഉണ്ടാവില്ല, പക്ഷേ എൻ്റെ വാവും യാവും നൂൻ്റെ സിഫത്തിൽപ്പെട്ട ഗുന്ന അതിലുണ്ടാവും. ഫുള്ളായിട്ട് അതിൻ്റെ സിഫാത്തുകൾ, ഐ മീൻ നൂന് ഫുള്ളായിട്ട് പോകും, അതിൻ്റെ ദാത്ത് ഫുള്ളായി പോകും. സിഫത്തുകളിൽ അതിൻ്റെ സിഫത്തായ ഗുന്ന അതിലുണ്ടാവും. ഫുള്ളായി നൂന് പിന്നെ ഗുന്ന പോവില്ല. ക്യാമില്ലോ നൂനിൻ്റെ ദാത്തിനും പോവും, സിഫത്തും ഫുള്ളായിട്ട് പോകും, ഒന്നും ബാക്കി ഉണ്ടാവില്ല. എക്സാമ്പിൾ നോക്കി ഇൻഷാ നമുക്ക് കൂടുതൽ മനസ്സിലാവും. തയ്യ്. ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇത് പേര് വരാൻ കാരണം ഒന്ന്, അവിടെ ഗുന്ന ഉള്ളതുകൊണ്ട്, ഫുള്ളായി പോയിട്ടില്ല. ബഖായിൽ ഗുന്ന, അവിടെ ഗുന്ന ഉള്ളതുകൊണ്ട്. ഓക്കെ. പിന്നെ ഇദ്ഗാം അസ്ൽ എന്ന് തഷ്ദീദാണ്. രണ്ട് വാക്ക് ഒരു വാക്കേ മാറുന്നില്ല. എന്നിട്ട് തഷ്ദീദ് മുഷദ്ദ നമ്മൾ പറഞ്ഞില്ല, മുഷദ്ദ സംഭവിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ പൂർണ്ണമായി ആവുന്നില്ല. മിൻ ഗൈർ മുസ്തക്മിൽ തഷ്ദീദ്, പൂർണ്ണമായി എന്താ പറയുക, തഷ്ദീദ് സംഭവിക്കുന്നില്ല. എന്തുകൊണ്ട്? അവിടെ സിഫത്ത് ബാക്കിയായതുകൊണ്ട്, ഗുന്നത്തിലുള്ള സിഫത്ത് ബാക്കിയായതുകൊണ്ട്. ക്യാമിലാണെങ്കിലോ ലാം റോ നൂൻ മീം. ഇതിലോ ടോട്ടലായിട്ട് ദാത്തൻ ഓ സിഫത്തൻ നൂനിൻ്റെ ഫുള്ളായി പോകും. നമുക്ക് ഉദാഹരണം നോക്കാം ഇൻഷാ അല്ലാഹ്.
അതായത് ഇദ്ഗാം നാഖിസ് ഫസ്റ്റ്. ഇപ്പം നൂന് ശേഷമാണ് വരുന്നത്. എന്ത്? ഒന്ന് വാവും നമ്മൾ പറഞ്ഞു, യാവും പറഞ്ഞു അല്ലേ. ഒന്ന് മ്യൂവാൽ. മ്യൂവാൽ നമ്മളത് പറയുന്ന സമയത്ത് ഒന്നില്ല, മ്യൂ വരുന്നുണ്ട്. പക്ഷെ നൂൻ നമ്മൾ ഉച്ചരിക്കുന്നുണ്ടോ? ഇല്ല. മ്യൂവാൽ നൂൻ ദാത്ത് പോയി നൂൻ്റെ സിഫത്തെ ഉന്നത്തുണ്ട്. ഫമൈഅമൽ അവിടെയും അത് തന്നെയാണ്. ഇതെന്തിൻ്റെ എക്സാമ്പിളാണ്? നൂനിൻ്റെ. ഇനി തൻവീൻ വന്നെങ്ങനെയായിരിക്കും? യൗമഇദി യുവഫീഹിം. യൗമഇദി യുവഫീഹിം ഒരേ നിയമം തന്നെ. ഉന്നത്തുണ്ട് പക്ഷേ നൂന് ദാത്തില്ല. ഗിശാവതുൻ വലഹും. ഗിശാവതുൻ വലഹും ഇതാണ് നാഖിസ്. നാഖിസ് ക്ലിയർ ആണോ? മിസിയാൻ എന്തൊരു സംശയം പോലെ തോന്നുന്നു. ക്ലിയർ അല്ലേ? അതായത് പൂർണ്ണമായി സംഭവിക്കുന്നില്ല, അതിൻ്റെ സിഫത്തായ ഉന്നത്തുണ്ടാവും. തയ്യും. എന്താണ് കാമിൽ? നമ്മൾ പറഞ്ഞു പൂർണ്ണമായി സംഭവിക്കും. ആ നൂന് ദാത്തോ സിഫത്തോ അതുണ്ടാവില്ല. നമുക്ക് നൂൻ്റെയും അതേപോലെ തന്നെ തൻവീൻ്റെ എക്സാമ്പിൾ നോക്കാം. എന്താണ് നൂൻ്റെ എക്സാമ്പിൾ? മിമ്മാൽ. മിമ്മാൽ അവിടെ നൂൻ്റെ സിഫത്തുണ്ടോ? ദാത്തുണ്ടോ? ഇല്ല. അപ്പോൾ അവിടെ ഗുന്ന സംഭവിക്കുന്നില്ല. മിമ്മാലിന് അതെന്തൊരു ഉന്നത്താണ്? മീമിൻ്റെ, നൂനിൻ്റെ അല്ല. തയ്യും. മിർ റബ്ബി. മിർ റബ്ബി അത് ക്ലിയർ അല്ല. തയ്യും. ഇനി വമൻ നുഅമ്മിർഹു. വമൻ നുഅമ്മിർഹു അത് രണ്ടാമത്തെ നൂനിൻ്റെയാണ്, ഫസ്റ്റ് നൂൻ്റെ അല്ല. ഓക്കെ. അതേപോലെ തന്നെ ഇനി തൻവീനിൻ്റെ മലിക്കൻ നുഖാതിൽ. മലിക്കൻ നുഖാതിൽ രണ്ടാമത്തെ. റബ്ബിർ റഹീം. റബ്ബിർ റഹീം ഇവിടെ റബ്ബിൻ ആണ് ആക്ച്വലി, പിന്നെ റഹീം. അപ്പോൾ തൻവീൻ വന്നല്ലോ. റബ്ബിർ റഹീം അവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? കാമിലാണ്. ടോട്ടലി അവിടെ ഇദ്ഗാം സംഭവിച്ചു. അതാണ് നാഖിസും കാമിലും. ഇനി അലാമത്തുൽ ഇദ്ഗാം. ഇദ്ഗാമിന് അലാമത്ത് എന്നാണ് ഖുർആനിൽ. എങ്ങനെ? അലാമത്തുൽ ഇദ്ഗാമി ഫി ദബ്തിൽ മുസ്ഹഫ്. മുസ്ഹഫ് നമുക്ക് നോക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഇദ്ഗാം തന്നിട്ടുള്ളത്. നമ്മൾ മറ്റേത് പറഞ്ഞു എങ്ങനെയായിരിക്കും? ഇദ്ഹാർ എങ്ങനെയാണ്? മുറക്കബായിരിക്കും, ഒന്നിന് മുകളിൽ ഒന്നായിരിക്കും. ഇത് നമുക്ക് ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കും ഇൻഷാ അല്ലാഹ്. ഒന്ന് അൽ ഇദ്ഗാമുൽ കാമിൽ. ഇദ്ഗാം കാമിൽ എന്താണ്? ടോട്ടലായിട്ട് സിഫത്തും ദാത്തും പോകും. ഏതിലേക്ക്? അതിൻ്റെ മുദ്ഗം ഫീഹിൽ. തയ്യബ് അതെങ്ങനെയായിരിക്കും? തഅരിയത്തു നൂനി സാക്കിനത്തി മിൻ അലാമത്തി സുക്കൂൻ. അത് നൂൻ സാക്കിനയിൽ നിന്ന് നൂൻ അതിൻ്റെ സുക്കൂന് ടോട്ടലായിട്ട് ഒഴിവാകും. തഅരി അത് ഉണ്ടാവില്ല. നൂൻ സാക്കിൻ സുക്കൂന് ഉണ്ടാവുകയില്ല. വ തഷ്ദീദുൽ ഹർഫില്ലദി യലീഹ അതിന് ശേഷം വരുന്ന മുദ്ഗം ഫീല് ഷദ്ദ ഉണ്ടാവും. അപ്പോൾ ഇദ്ഗാം കാമിലിൻ്റെ എക്സാമ്പിൾ അതിൻ്റെ അലാമത്ത് ഇതാണ്. നൂൻ സാക്കിൽ സുക്കൂൻ ഉണ്ടാവുകയില്ല, അതിൻ്റെ അപ്പുറത്തെ ഹർഫിന് ഷദ്ദ ഉണ്ടാവും. അതാണ് ഇദ്ഗാം കാമിൽ. ഇതാണ് ഇതിന് മിമ്മാൽ. ഇവിടെ നൂൻ സാക്കിന് സുക്കൂൻ ഉണ്ടോ? അസ്ലി നൂൻ സുക്കൂനല്ലേ, സാക്കിനല്ല. ഇവിടെ ഷദ്ദ ഉണ്ട്. തയ്യ്. ഇനി തൻവീനാണെങ്കിലോ യുക്തബു മുതതാബഅൻ. യുക്തബു മുതതാബഅൻ എങ്ങനെ? ഒന്നിൻ്റെ മുകളിൽ ഒന്ന്. നമ്മൾ ഇദ്ഹാറിനെ പോലെ ആയിരിക്കില്ല. അതിൻ്റെ ഞാൻ അത് കാണിച്ചു തരാം. ശരിക്ക് എക്സാമ്പിൾ പറഞ്ഞാൽ മനസ്സിലാവും. അത് ഇത് പറഞ്ഞിട്ട് പറഞ്ഞുതരാം. അതായത് വതൂദഉ ഷദ്ദത്തുൻ അലൽ ഹർഫില്ലദി യലീഹി. അതായത് ഷദ്ദ അതിൻ്റെ അപ്പുറത്തെ ഹർഫിലുണ്ടാവും. നമ്മൾ നൂൻ സാക്കിൽ പറഞ്ഞു ഷദ്ദ ഉണ്ടാവും, സുക്കൂൻ ഉണ്ടാവില്ല. അഥവാ തൻവീനിലാണെങ്കിലോ തൻവീൻ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അത് മുത്തതാബിയായിരിക്കും എഴുതിയിട്ടുണ്ടാവും. മുത്തതാബി നമുക്ക് എക്സാമ്പിൾ നോക്കി പറഞ്ഞുതരാം. അതിനോട് ശബ്ദം ഉണ്ടാവും. ഓക്കെ. അതിന് എക്സാമ്പിൾ എന്താണ്? അതിൻ്റെ ഇത് എന്താ ഉദ്ദേശിക്കുന്നത്? ഇത് മുറക്കബായിട്ടല്ല എഴുതി, ഒന്നിൻ്റെ മുകളിൽ ഒന്നല്ല എഴുതിയിട്ടുള്ളത്. അതിൻ്റെ മസാഫത്ത് അതിൻ്റെ ഡിസ്റ്റൻസ് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വലിയതായി മാറും. അത് ഒന്നിന് മുകളിൽ ഒന്നായിരിക്കില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഹറക്കത്ത് മറ്റേ ഹറക്കത്തിലൂടെ അടുത്തായിരിക്കും. ഇപ്പം ഈ തൻവീൻ ഇത് രണ്ടാമത്തിൻ്റെ ദമ്മ മീമിൻ്റെ കൂടെ അടുത്തായിരിക്കും. അത് എന്തിനാണ് അങ്ങനെ വരുന്നത്? ഈ രണ്ടിനും ഹുക്മിൻ്റെ തഅല്ലുഖുണ്ട്. ബിസബബി തഅല്ലുഖിൽ ഹുക്മി ബൈനഹുമ. ആ രണ്ടിൻ്റെ ഹുക്മിൻ്റെ ബന്ധമുള്ളതുകൊണ്ട്. അതാണ് ഇതിലുള്ള ദബ്ത്ത്. ദബ്ത്ത് ക്ലിയർ അല്ലേ? തയ്യ്. എല്ലാന്ന് പറഞ്ഞത് ഷഹസാദ് മനസ്സിലായിട്ടല്ലേ? പക്ഷേ ഉദ്ദേശിക്കുന്നത് ഒന്നിൻ്റെ മുകളിൽ ഒന്നായിരിക്കും, കുറച്ച് വ്യത്യാസമായിട്ട് ഉണ്ടാകുന്നു. അത് മസാഫത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒന്നിന് മുകളിൽ ഒരു ഹറക്കത്തായിരിക്കില്ല, ഒരു ഹറക്കത്തായിരിക്കില്ല കാണും. ഇദ്ഹാറിനെ പോലെ അങ്ങനെ, ഇദ്ഹാറിൽ അങ്ങനെയായിരുന്നു നമ്മൾ പറഞ്ഞത്. തയ്യ്. ഇനി അൽ ഇദ്ഗാമുൻ നാഖിസ്. നൂനിൽ ഇദ്ഗാം നാഖിസ് സംഭവിച്ചാൽ എങ്ങനെയായിരിക്കും?
തഅരിയത്തു നൂൻ സാക്കിനത്തി മിൻ അലാമത്തി സുക്കൂൻ, അതിലും സുക്കൂനിൽ എന്താ പറയുക, നൂനിൽ സുക്കൂൻ ഉണ്ടാവുകയില്ല. വ തഅരിയത്തുൽ ഹർഫില്ലദി യലീഹ മിൻ ഷദ്ദ, ഷദ്ദ ഉണ്ടാവില്ല, സുക്കൂനും ഉണ്ടാവില്ല, ഷദ്ദ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം, നാഖിസാണ് മനസ്സിലാക്കാം. എങ്ങനെ, ഫമൻ യഅമൽ, അവിടെ എന്താണ്, സുക്കൂനുമില്ല ഷദ്ദയുമില്ല. തയ്യിബ്. ഇനി തൻവീൻ എങ്ങനെയായിരിക്കും, യുക്തബു മുതതാബഅൻ, മുതതാബയായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. എന്താണ് നമ്മൾ പറഞ്ഞു, ഒന്നിന് മുകളിൽ ഒന്നായിരിക്കില്ല, ചെറിയൊരു ഡിസ്റ്റൻസ് വെച്ചിട്ടായിരിക്കും. അത് അതിൻ്റെ മസാഫ മാറ്റിക്കഴിഞ്ഞാൽ അത് വലിയൊരു ഇതായി മാറും. തയ്യിബ്. പിന്നെ അതിനൊരു ഹറക്കത്ത് മറ്റേ ഹർഫിൻ്റെ കൂടെ അടുത്തായിരിക്കും. എന്തിനു വേണ്ടി, അതിനുള്ള ഹുക്മിൻ്റെ തഅല്ലുഖ് കൊണ്ട്. അതാണ് വലാ തൂദഉ ഷദ്ദത്തുൻ അലൽ ഹർഫില്ലദി യലീഹി, അതിൻ്റെ അപ്പുറത്തെ ഹർഫിന് ഷദ്ദ ഉണ്ടാവില്ല. അതാ യൗമഇദി യുവഫീഹിം, യൗമഇദി യുവഫീഹിം, അവിടെ ഷദ്ദ ഉണ്ടോ ഇയാൾക്ക് ഷദ്ദയില്ല. തയ്യിബ്. അപ്പം അൽഹംദുലില്ലാഹ് നമ്മൾ ഇദ്ഗാം പൂർത്തിയാക്കി. നമുക്കുള്ളത് നമ്മൾ 4 നിയമങ്ങളാണ് പറഞ്ഞത്. എന്ത്, അഹ്കം നൂൻ സാക്കിൻ തൻവീൻ, ഒന്ന് ഇദ്ഹാർ, ഒന്ന് ഇദ്ഗാം, ഒന്ന് ഇഖ്ഫ, ഒന്ന് ഇഖ്ലാബ്. അതിൽ നമ്മൾ 2 അൽഹംദുലില്ലാഹ് പൂർത്തിയാക്കി. നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഇൻഷാ അല്ലാഹ് ഇന്ന് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.